അതെ, ഇനി വലിയ മല കയറാൻ പോവാണ്. ഇരുവശത്തും കാടാട്ടാ, നല്ല കൂരിരുട്ടാണ്. ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിയ മല, ഇനി കയറണം. പിള്ളേരൊക്കെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇരുവശങ്ങളിലും നിറച്ച് മരങ്ങളും ഫുൾ ഘോരവനം. ഹായ്, ഹലോ, വെൽക്കം ടു ഹെവൻ ഓഫ് ഗ്രേസ്. ഇവിടെ ഇത്രയും കടകളൊക്കെ വന്നത് ഇപ്പോൾ അപ്പോഴാട്ടോ. പണ്ട് ഇവിടെ കടകളൊക്കെ വളരെ ചുരുക്കമാണ്. നമ്മൾ മല കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് സാധാരണ റോഡാണ്. ഇപ്പോൾ സ്ലോപ്പായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിരാവിലെയാണ്, 5 മണിയായിട്ടുള്ളൂ. പക്ഷെ എല്ലാ കടകളിലും ഭയങ്കര ലൈറ്റപ്പാണ്. ആൾക്കാരൊക്കെ വന്ന് രാവിലെ ചെറിയ ചായയൊക്കെ കുടിച്ചിട്ടാണ് മല കയറാൻ തുടങ്ങുന്നത്. പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ വണ്ടി വേണമെന്നുള്ളത്. നമുക്കിപ്പോൾ വേണ്ട, വടിയൊന്നും വേണ്ട. അവിടെ എത്തുമ്പോൾ കാണാൻ എന്താ അവസ്ഥയാണ്. വടിയൊക്കെ കുത്തിയിട്ടാണ് പലരും മല കയറുന്നത്. അതിരാവിലെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നടന്നു തുടങ്ങുകയാണ്. പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു മല, പുരാതനമായ ഒരു പള്ളി. എല്ലാ വർഷവും ഭാരമുള്ള കുരിശു വഹിച്ചുകൊണ്ട് പലയിടത്തു നിന്നുമായി തീർത്ഥാടകർ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായിരുന്ന സെയിൻറ്റ് തോമസ് ലീഹായുടെ അനുഗ്രഹം അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ പീഡാനുഭവം ധ്യാനിച്ചുകൊണ്ട് മല കയറുന്ന ഒരു ഇടം. രാവിലെ 5 മണിയാണെന്നൊന്നും ഇപ്പോൾ കേട്ടാൽ പറയില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ഡിസ്കോ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല ഭക്തിയോടുകൂടി മല കയറാൻ വന്നപ്പോൾ രാവിലെ ഇവിടെ നല്ല പാട്ടും ബഹളമൊക്കെയാണ്. എന്തായാലും പാട്ടും മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ട് ഉറക്കത്തിൻ്റെ ആ മൂടൊക്കെ ഒന്ന് പോയി ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് നടക്കട്ടെ അല്ലേ. കുറച്ചു ദൂരം ഇവിടേക്ക് നടന്നു വന്ന മല കയറാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്ന് തുടങ്ങായി. കൂടി രാഹുലമായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ മകളെ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളത് വാതിൽ ഒരുങ്ങേലും മാറി ഞങ്ങളെ അറിയിച്ച കർത്താവ് ഒരുമിച്ച് നടക്കും. സീ ലെവലിൽ നിന്നും ഏകദേശം 1500 മീറ്റർ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഞങ്ങളും കയറി തുടങ്ങി. മലയാറ്റൂർ മലമുകളിലേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടക്കത്തിൽ തന്നെ ആ കല്ലുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പണ്ട് വന്നിരുന്ന സമയത്തുള്ള ആ കല്ലുകളൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉള്ള പോലെയാണ്. വലിയ കല്ലുകളാണ്. 1-ാം സ്ഥലം പോലും ആയിട്ടില്ല. പുലർച്ച നേരം വെളുത്തോണ്ടിരിക്കുന്നുള്ളൂ. ഇരുവശങ്ങളിലും കാടാണ് കേട്ടോ. നല്ല കൂറ്റി ഇരുട്ടാണ്. വഴിയിലൊക്കെ വെളിച്ചമുള്ളതുകൊണ്ട് നടക്കാം. നല്ല പൊലി പിടിക്കുമോ നോക്കിയാൽ ക്ഷീണായോ ജോണോ? ഓടിക്കേറണ ആ മല കയറൂടാ? ആ മല എങ്ങനെയുണ്ട്? കയറുമോ? ഡണ്ണാണ്. ഓ കേരളത്തിലുള്ളവർക്കൊക്കെ തന്നെ ഈ സ്ഥലം പരിചിതമാണ്. വർഷങ്ങളായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് തീർത്ഥാടകർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് മലയാറ്റൂർ മല. ഇപ്പോൾ കേരളത്തിലെ ഈ ചൂട് കൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് മല കയറാനായിട്ട് അതിരാവിലെ രാത്രി ഒക്കെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ചൂട് കൂടുമ്പോഴേക്കും നമുക്ക് മല കയറി ഇറങ്ങാൻ പറ്റും. പ്രാർത്ഥിക്കണം.
മലയാറ്റൂർ മലമുകളിലേക്ക് തീർത്ഥാടകർ ഒഴുകുന്നതിൻ്റെ കാരണമെന്തെന്നറിയണ്ടേ? യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായിട്ടുള്ള രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഈ മലയാറ്റൂർ പള്ളിയാണ് ഈ മലമുകളിലുള്ളത്. ഇനി തോമാസ് ലീഹ ആരാണെന്നറിയണ്ടേ? യൂദയായിലെ ഗലീലി എന്ന ദേശത്ത് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ പിറന്ന തോമസ് യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ ആകർഷനായി വള്ളവും വലയും ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു. യേശുവിൻ്റെ മരണശേഷം സ്ലീഹന്മാർ ഒത്തുചേർന്ന് ദൈവവചനങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കാൻ ആരംഭിച്ച സമയത്ത് തോമാസ് ലീഹായ്ക്ക് കിട്ടിയത് ഭാരതം എന്ന പ്രദേശമായിരുന്നു. അങ്ങനെ AD 52 ഇന്ത്യയിലെ ഒരു രാജാവായിരുന്ന ഗുണ്ടഫറിൻ്റെ കൊട്ടാരം നിർമ്മിക്കാൻ നല്ലൊരു ശില്പിയെ തേടി ഹാബാൻ എന്ന യഹൂദ കച്ചവടക്കാരൻ ഇവിടെ എത്തി. അദ്ദേഹത്തോടൊപ്പമാണ് തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയെന്ന് വിശ്വസിക്കുന്നു. നേരം വെളുത്തു തുടങ്ങി. ഇപ്പോൾ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ മല കയറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് അധികം പേരൊന്നും കണ്ടില്ല. സാധാരണ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവുന്നതാണ്. ഏതായാലും ഇത് ഹോളി വീക്കല്ലേ, ഇനി തിരക്ക് കൂടാനേ സാധ്യതയുള്ളൂ. കേരളത്തിൽ കപ്പലിറങ്ങിയ തോമസ് ലീഹ നാടൊട്ടുക്ക് സഞ്ചരിച്ചിട്ട് 7 പള്ളികൾ നിർമ്മിച്ചു. പൊന്നിൻ കുരിശുമല മുത്തപ്പ പൊന്മല കയറ്റം എന്ന് ഉരുവിട്ടുകൊണ്ടാണ് തീർത്ഥാടകർ ഇവിടെ മല കയറിക്കൊണ്ടിരിക്കുന്നത്. ആപത്തുകളിലും കഷ്ടപ്പാടുകളിലും പെട്ട് വലയുന്നവരെ ആശ്വസിപ്പിക്കാൻ വിശുദ്ധൻ വൃദ്ധന്റെ രൂപം ധരിച്ച് വരുമായിരുന്നു. അങ്ങനെ വിശുദ്ധന് മുത്തപ്പൻ എന്ന പേരും വീണു. പടയാളികളിൽ ഒരാൾക്കുണ്ടം കൊണ്ട് അവർക്ക് വീടാപ്പുറത്ത് പൊട്ടി. ഉടനെ അവിടെ നിന്നും രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായ ദൂതരെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഏകദേശം മലമുകളിൽ എത്തി. ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ 14 സ്ഥലങ്ങളും ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. ഇവിടെ ദേ കുറേ കുരിശുകളൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ പല തീർത്ഥാടകരും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടെ കുറേ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഈ പള്ളിയുടെ മുകളിലേക്ക് എത്തുന്നതോടുകൂടി കുറേ സ്റ്റെപ്പുകൾ കാണാം. പള്ളി വക കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ആവശ്യക്കാർക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഒക്കെ ഈ വഴിനീളെ ഉണ്ടായിരുന്നു. കൂടാതെ ടോയ്ലറ്റ് സൗകര്യവും വഴിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ പള്ളി. മലയാറ്റൂർ മലമുകളിൽ ആദ്യം സ്ഥാപിച്ച പള്ളി ആനകുത്തിയ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ആനയുടെ കൊമ്പിൻ്റെ കാണാം. അടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ കുത്തി സ്പോട്ടുകൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. ഈ കാണുന്ന ഈ കപ്പേളയുണ്ടല്ലോ, വളരെ പുരാതനമായിട്ടുള്ളൊരു കപ്പേളയാണ്. ഇത് മലയാറ്റൂർ മലയുടെ മുകളിലാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ കേട്ടിട്ടുണ്ടാവും ആന കുത്തിയ പള്ളി എന്നല്ലേ, അത് ഇവിടെയാണ് കേട്ടോ. ഇത് 1595 ഉണ്ടായിരുന്ന ഈ കപ്പേളയാണിത്. അന്നിവിടെയൊക്കെ മൊത്തം മലപ്രദേശമാണ്. ഇന്നും ഇവിടെ അങ്ങനെ തന്നെ നല്ല മലപ്രദേശമാണ്. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഘോരവനായിരുന്നു. ഇവിടെ നിറച്ച് മൃഗങ്ങളുണ്ടായിരുന്നു.
പെരിയാറിൻ്റെ ആന കുത്തിയ പള്ളിയാണിത്. ആ ആനയുടെ കൊമ്പിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ അടയാളം നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഒരടിയോളം ഉള്ളിലേക്ക് ഇങ്ങനെ കൊമ്പ് തറച്ചു വന്നത്. അതുകൊണ്ടാണ് ആന കുത്തിയ പള്ളി എന്ന് ഇപ്പോഴും ഇതിനെ പറയുന്നത്. ഈ മരക്കുരിശ് ദേ എന്തോരം ഹെവി അല്ലേ. ഇതൊക്കെ തീർത്ഥാടകർ ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഇത് ഈ വർഷം കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ തങ്ങളാൽ ആവുന്ന വിധം പങ്കുചേരുന്നതിനുള്ള ഒരു സ്മരണയാണ് ഇതെല്ലാം. കേരളത്തിലെ മലമ്പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയ്ക്കിടെ മലയാറ്റൂരിലും അങ്ങനെ വിശുദ്ധനെത്തി. മലയാറ്റൂർ എന്ന് വന്യമൃഗങ്ങളുടെ സങ്കേതമായിരുന്നു. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ തേടിയും തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഭാരിച്ച ദൗത്യത്തിന് കരുത്തു തേടിയും വിശുദ്ധൻ മലമുകളിൽ ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു. ആ അവസരങ്ങളിലൊക്കെ തന്നെ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് സെയിൻറ് തോമസിനെ ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. AD 800-ാം നൂറ്റാണ്ടിലാണ് മൈലാപ്പൂരിലേക്ക് യാത്രയായ തോമസ് അവിടെ വെച്ച് കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിത്വം വരിച്ചത്. വർഷങ്ങൾക്ക് ശേഷമാണ് മലയാറ്റൂർ പള്ളി വിശുദ്ധനായ തോമസിന്റെ പേരിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത്. ഇതാണ് മലയാറ്റൂരിലെ ആ പൊൻകുരിശ്. തൻ്റെ ഗുരുവായ യേശുവിൻ്റെ പാർശ്വത്തിൽ സ്പർശിക്കാൻ നീട്ടിയ വിരലുകൊണ്ട് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗീയ പ്രഭയേറിയ ആ പൊൻകുരിശ് ആ പാറമേൽ പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ മലയിൽ നായാട്ടിന് പോയ മലവേടർ രാത്രിയിൽ വിശ്രമത്തിനായി വിശുദ്ധ തോമസ് ലീഹ പ്രാർത്ഥിച്ചിരുന്ന വിരിപ്പാറയിൽ കയറി. അവിടെ വിശുദ്ധന്റെ കാൽപാദങ്ങളും കാൽമുട്ടുകളും അത്ഭുതകരമായി മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ടു. കാൽപാദം പോയിരുന്നത് ആ റൗണ്ട് മാർക്ക് ചെയ്തിട്ടില്ല എൻ്റെ സെൻറ്ററിലുണ്ട്. പാദമുദ്ര പതിഞ്ഞിരിക്കുന്ന ഇവിടെ പാറയാണിത്. മലയാറ്റൂർ അതിരപ്പള്ളി വനമേഖലയാണ്. നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് ഇവിടെ നിന്നും കാണുന്നത്. ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട്. വിശുദ്ധ തോമസ് ലീഹ തൻ്റെ ദാഹം തീർക്കാൻ വേണ്ടി പാറമേൽ വടികൊണ്ട് അടിച്ചപ്പോൾ സജീവമായ ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. ഇന്നും ഈ അത്ഭുത നീരുറവ വറ്റാതെ ഇവിടെയുണ്ട്. അതിരാവിലെ ഈ മലമുകളിലേക്ക് കയറി വരുമ്പോഴേ വേറൊരു കാഴ്ച കൂടിയുണ്ട്. ഇതേ കണ്ടില്ലേ, ഇവിടെ എല്ലാം തന്നെ നല്ല മഞ്ഞ് വന്ന് മൂടിക്കിടക്കുകയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. ഇവിടെയൊക്കെ കുറേ കത്തിപ്പോയിട്ടുണ്ട്. ചൂട് കാരണമായിരിക്കും. എല്ലാം ഉണക്കമരങ്ങളാണ് കാണുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങി തുടങ്ങി. അങ്ങനെ ആ മലയാറ്റൂർ മല കയറിയതാ ഞങ്ങൾ ഇറങ്ങി തുടങ്ങിട്ടോ. ഇറങ്ങുമ്പോൾ നല്ല സ്ലിപ്പറി ആയിരിക്കും. കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ ഞങ്ങൾ മല കയറി എത്തി കുർബാന കണ്ടു. ഇനി താഴേക്ക് ഇറങ്ങണം. ഞാൻ ജാക്കിനെ കൈ പിടിച്ചെന്നല്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. ജാക്ക് എൻ്റെ കൈ പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഭയങ്കര എക്സ്പേർട്ടാ മല ഇറങ്ങാൻ.
നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കും. മാർത്തോമാ ശ്ലീഹ താമസിച്ച് ദിനങ്ങളുടെ നീണ്ട യാമങ്ങളിൽ പ്രാർത്ഥിച്ച് ആത്മീയ ശക്തി നേടിയ ഇടമായ മലയാറ്റൂർ കുരിശുമുടിയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി. മലയാടിവാരത്തിലായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തോമാസ് ശ്ലീഹായുടെയും രൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാം. യേശുവിനെ അറിയാത്ത ജനങ്ങളെ പ്രതി വ്യസനിച്ച് മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയം മാർ തോമാസ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ മലയാറ്റൂർ മലമുകളിൽ കയറി ആന കുത്തിയ പള്ളിയും പള്ളിയുടെ അൽത്താരയും പൊൻകുരിശും പാറയിൽ പതിഞ്ഞ വിശുദ്ധന്റെ കാൽപാദങ്ങളും കണ്ട് വണങ്ങി വഴിപാടുകളും പ്രാർത്ഥനകളും അർപ്പിച്ച് ഭക്തർ മലയിറങ്ങുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ടുഡേ സൈനിങ് ഓഫ് ഹെവൻ ഓഫ് ഗ്രേസ്.